ഗ്രാമീണ ചാരുത വശ്യമായി തുടിച്ചു നിൽക്കുന്ന മനോഹരമായ ഭൂപ്രദേശമാണ് ധർമ്മടം. കണ്ണൂർ ജില്ലയിൽ അറബിക്കടലും അഞ്ചരക്കണ്ടിപ്പുഴയും അതിരുകാക്കുന്ന ഈ അസംബ്ലി നിയോജകമണ്ഡലത്തിൽ ധർമ്മടം, പിണറായി, വേങ്ങാട്, അഞ്ചരക്കണ്ടി, ചെമ്പിലോട്, കടമ്പൂർ, പെരളശ്ശേരി, മുഴപ്പിലങ്ങാട് എന്നീ 8 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. നാടിൻ്റെ ചരിത്രത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സവിശേഷമായി അടയാളപ്പെട്ട നാടാണ് ധർമ്മടം. കേരള ചരിത്രത്തിൽ തലയെടുപ്പോടെ നിലകൊള്ളുന്ന പ്രൗഢ വ്യക്തിത്വങ്ങൾ പിറന്ന് വളർന്ന മണ്ണാണിത്. ഉജ്ജ്വലമായ ജനകീയ പ്രതിരോധങ്ങളുടെയും മഹത്തായ സാംസ്കാരിക മുന്നേറ്റങ്ങളുടെയും മികവുറ്റ പൈതൃക പെരുമകളുടെയും സമ്പന്നമായ ഈടുവയ്പ്പുകളുമായി ഇതാ ധർമ്മടത്തിൻ്റെ നാട്ടുവഴി. കേരള ചരിത്രത്തിൽ മഹത്തായ ഇടം നേടിയിട്ടുള്ള ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ധർമ്മടം മണ്ഡലം. മലബാറിൻ്റെയും കേരളത്തിൻ്റെ ആകെയും സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ ചരിത്രം രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കാണ് ധർമ്മടത്തിനുള്ളത്. പ്രാചീന കേരള ചരിത്രത്തിൽ ഇവിടം കോലത്തുനാട് രാജാക്കന്മാരുടെ, കോലത്തിരിമാരുടെ അധീനതയിലായിരുന്നു. കണ്ണൂരിലെ അറക്കൽ ആലി രാജായോടും മുസ്ലിം കച്ചവട പ്രമാണിമാരോടും പകവീട്ടാൻ കോലത്തിരിയുടെ നിർദ്ദേശപ്രകാരം 1525 പോർച്ചുഗീസ് സേന ധർമ്മടം പട്ടണം, നഗരവും തുറമുഖവും ആക്രമിച്ച് കൊള്ളയടിക്കുകയും തുടർന്ന് അവിടം തീവച്ച് നശിപ്പിക്കുകയും ചെയ്തു. പിന്നീട് 200 കൊല്ലത്തിനു ശേഷം 1734 പോർച്ചുഗീസുകാരെ തുരത്തി ബ്രിട്ടീഷുകാർ ധർമ്മപട്ടണം പിടിച്ചെടുക്കുകയുണ്ടായി. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് എന്നീ വൈദേശിക ശക്തികളുടെയും കോലത്തുനാട്, പഴശ്ശി, ചിറക്കൽ, അറക്കൽ, മലബാർ കോട്ടയം തുടങ്ങിയ രാജവംശങ്ങളുടെയും വ്യത്യസ്ത ജന്മികുടുംബങ്ങളുടെയും അധീനതയിലായിരുന്നു ഈ പ്രദേശങ്ങളും ഇവിടുത്തെ ജനങ്ങളും വിവിധ കാലഘട്ടങ്ങളിൽ ജീവിച്ചു പോന്നത്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദവും 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കവും ധർമ്മടം മേഖല ശ്രദ്ധേയമായ നിരവധി സാമൂഹിക, സാംസ്കാരിക ചലനങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും വിധേയമായി. ശ്രീനാരായണ ഗുരു 1906 2 തവണ ധർമ്മടം, മുഴപ്പിലങ്ങാട് പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി. മുഴപ്പിലങ്ങാട് വിദ്യാവിലാസം മഠം, ഭക്തിവിലാസം മഠം എന്നിവ സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ഇസ്ലാം മതപ്രചാരണത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ച മാലിക് ദിനാർ സംസ്ഥാനത്താകെ സ്ഥാപിച്ച 7 മുസ്ലിം പള്ളികളിലൊന്ന് ധർമ്മടത്താണുള്ളത്. പിറന്ന നാടിൻ്റെ മോചനത്തിനായി ഡച്ചുകാരോട് പടപൊരുതി വീരമൃത്യു വരിച്ച രാജ്യസ്നേഹികൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് അഞ്ചരക്കണ്ടിയിലെ സിയാറത്തുങ്കര മഖാമിലാണ്. ഈ മഖാമിൽ നടക്കുന്ന നേർച്ച പ്രദേശത്തെ മതമൈത്രിയുടെ ഉത്തമ ദൃഷ്ടാന്തമാണ്. ഹരിജനോദ്ധാരണ ഫണ്ട് സമാഹരണത്തിന് കേരളത്തിലെത്തിയ ഗാന്ധിജിക്ക് 1934 തന്റെ 16-ാം വയസ്സിൽ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ഊരി നൽകി രാജ്യത്തിന് തന്നെ മാതൃകയായി മാറിയ കൗമുദി ടീച്ചർ 92-ാം വയസ്സിൽ 2009 ഓഗസ്റ്റ് 4-ന് കാടാച്ചിറയിലെ വീട്ടിൽ വെച്ചാണ് ടീച്ചർ മരിച്ചത്. ായിരത്തി 1939 പാറപ്പുറം സമ്മേളനം എന്നത്
കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ ചരിത്രത്തിൽ വളരെ നിർണായകമായൊരു സ്ഥാനം നേടുന്ന സമ്മേളനമാണ്. വളരെ സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഘടകം ഒന്നടങ്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറിയ ചരിത്രപ്രധാനമായ യോഗം ഈ മണ്ഡലത്തിലെ ഒരു കേന്ദ്രത്തിലാണ് വിളിച്ചു ചേർത്തതെന്ന്. ഏറ്റവും രഹസ്യ സ്വഭാവത്തിലുള്ള ആ യോഗം വിളിച്ചു ചേർക്കപ്പെട്ടത് പാറപ്പുറത്ത് ആണെന്നറിയാം. പാറപ്പുറം സമ്മേളനം കഴിഞ്ഞ് വൈകാതെയാണ് തലശ്ശേരിയിലെ സാമ്രാജ്യത്വ വിരുദ്ധ പ്രതിഷേധ ദിനം 1940 സെപ്റ്റംബർ 15 സംഘടിപ്പിച്ചത്. ആ സാമ്രാജ്യത്വ പ്രതിഷേധ ദിനത്തിലെ വെടിവെപ്പിൽ രക്തസാക്ഷികളായ 2 പേരും ഈ മണ്ഡലത്തോട് ബന്ധപ്പെട്ടവരാണ്. ധർമ്മടത്തെ മൂളിയിൽ ചാത്തുക്കുട്ടിയും അതുപോലെ ഓടക്കായ് സ്കൂളിലെ അധ്യാപകനായിരുന്ന അബു മാസ്റ്ററും. ഒരു കറുത്ത പാടെന്നതുപോലെ 1948 മെയ് 13 മൊയാരത്ത് ശങ്കരൻ ഉപ്പു സത്യഗ്രഹ ജാഥയ്ക്കൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന കേളപ്പനോടൊപ്പം പങ്കുവച്ച മൊയാരത്ത് ശങ്കരനെ എടക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി കോയോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യാഗൃഹത്തിലേക്ക് പോകുന്ന വഴിക്കാണ് കോൺഗ്രസിൻ്റെ അന്നത്തെ ദേശരക്ഷാസേന എന്നൊക്കെ അവർ വിളിച്ച സംഘത്തിൻ്റെ ആൾക്കാർ ചേർന്ന് കൊടിയ മർദ്ദനത്തിന് വിധേയമാക്കുകയും അദ്ദേഹം പിന്നീട് മെയ് 13 ജയിലിൽ വെച്ച് മരണപ്പെടുകയും ചെയ്യുന്നത്. നമ്മുടെ നാടിൻ്റെ മൊത്തം വികസനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ധർമ്മടം മണ്ഡലവും അതിൻ്റേതായ രീതിയിൽ വികസിച്ചു വരുന്നു എന്നുള്ളതാണ് കാണാൻ നമുക്ക് കഴിയുക. കാർഷിക പ്രാധാന്യമുള്ള പ്രദേശങ്ങളാണ് ധർമ്മിടം മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളും. ഒരു കാലത്ത് നെല്ലായിരുന്നു ധർമ്മിടത്തെ പ്രധാന കാർഷിക വിള. പിൽക്കാലത്ത് അത് ഏതാണ്ട് പൂർണ്ണമായും തെങ്ങ് കൃഷിക്ക് വഴിമാറി. 1/2 ഏക്കർ മുതൽ 1 ഏക്കർ വരെ സ്വന്തമായുള്ള ചെറുകിട നാമമാത്ര കർഷകരുടെ തെങ്ങിൻ തോപ്പുകളാണ് കൂടുതലും. വാഴ, പച്ചക്കറികൾ, കുരുമുളക് എന്നീ വിളകളും ഏറെ പേർ കൃഷി ചെയ്യുന്നുണ്ട്. ഉപ്പുവെള്ളം നിരന്തരം കയറുന്നത്, ജലസേചന സൗകര്യങ്ങളുടെ പോരായ്മകൾ, തൊഴിലാളികളുടെ ലഭ്യതക്കുറവ്, പശ്ചാത്തല സൗകര്യങ്ങളുടെ അഭാവം എന്നു തുടങ്ങി കാർഷികോൽപാദന മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. ധർമ്മടം മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും സമീപ ഭൂതകാലം വരെ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന നെയ്ത്തുശാലകളും കളിമൺ പാത്ര നിർമ്മാണ മേഖലയും ഇപ്പോൾ ഒട്ടൊക്കെ ദുർബലമാണ്. ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ദശകങ്ങളോളം തൊഴിൽ നൽകി സംരക്ഷിച്ച ബീഡി വ്യവസായത്തിനും പഴയതുപോലെ ഇപ്പോൾ തൊഴിൽ സുരക്ഷ നൽകാനാവുന്നില്ല. പക്ഷേ സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടലിന്റെ ഫലമായി ഈ മേഖലകളൊക്കെ പുതിയൊരു നവീകരണത്തിന്റെയും ഉണർവിന്റെയും പാതയിലേക്ക് ചുവട് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ദിനേശ് ബീഡി സഹകരണ സംഘം വൈവിധ്യവൽക്കരണത്തിന്റെ വിവിധ പടവുകളിൽ കാലുറപ്പിച്ചു കഴിഞ്ഞു. ദിനേശ് ഫുഡ്സ്, ദിനേശ് ഷോപ്പി, ദിനേശ് അടുക്കള തുടങ്ങിയ സംരംഭങ്ങളും നെയ്ത്തുശാലകളുടെയും പാത്ര നിർമ്മാണത്തിന്റെയും ആധുനികീകരണവും ഈ മേഖലയെ ആകെ കിതപ്പിൽ നിന്നും കുതിപ്പിലേക്കാണ് കൈപിടിച്ചുയർത്തിയിരിക്കുന്നത്. ഈ സമീപകാലത്ത് കേരളത്തിൻ്റെ വികസന മേഖലയിൽ ഉണ്ടായിട്ടുള്ള ചലനങ്ങൾ അഭൂതപൂർവമാണ്. വിദ്യാലയങ്ങൾ, റോഡുകൾ, ആശുപത്രികൾ, വായനശാലകൾ ഇങ്ങനെ പല പല മേഖലകളിലും
അത്ഭുതകരമായ മാറ്റങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ കാരണം അന്വേഷിച്ച് ചെന്നാൽ നാം എത്തുക ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്ത് ഈ വികസന നയങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്ന ശ്രീ പിണറായി വിജയനിലേക്കായിരിക്കും. നിശ്ചയദാർഢ്യത്തോടെ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഈ പുരോഗമനപരമായിട്ടുള്ള വളർച്ചകളിലേക്ക് നമ്മുടെ നാടിനെ എത്തിച്ചിട്ടുള്ളത്. എടക്കാട് നിയമസഭാ മണ്ഡലം ഇല്ലാതായതിനു ശേഷമാണ് ധർമ്മടം മണ്ഡലത്തിൻ്റെ പിറവി. എടക്കാടിൻ്റെ ഭാഗമായിരുന്ന 5 പഞ്ചായത്തുകളും തലശ്ശേരിയിൽ നിന്നും കൂത്തുപറമ്പിൽ നിന്നുമായി 3 പഞ്ചായത്തുകളും ചേർന്ന് ധർമ്മടം രൂപവൽക്കരിച്ചപ്പോൾ തന്നെ മണ്ഡലത്തിൻ്റെ മനസ്സ് ഇടത്തോട്ടായിരുന്നു. കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ താലൂക്കിലെ എടക്കാട്, അഞ്ചരക്കണ്ടി, ചേലോറ, മുണ്ടേരി, ചെമ്പിലോട്, കടമ്പൂർ, മുഴപ്പിലങ്ങാട്, പെരളശ്ശേരി എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെട്ടതായിരുന്നു എടക്കാട് നിയമസഭാ മണ്ഡലം. 1967 ആദ്യ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്ന് ഇടതുപക്ഷത്തെ സി കണ്ണനായിരുന്നു MLA. അതിനുശേഷം N രാമകൃഷ്ണൻ, PPV മൂസ, O ഭരതൻ, MV ജയരാജൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ പല ഘട്ടങ്ങളിലായി എടക്കാടിനെ പ്രതിനിധീകരിച്ചു. കടന്നപ്പള്ളിയാണ് മണ്ഡലത്തെ അവസാനമായി പ്രതിനിധീകരിച്ചത്. മണ്ഡലം ചുവന്നു കിടക്കുമ്പോഴും അനുഷ്ഠാന കലകളും നാടൻ കലകളും തെയ്യക്കോലങ്ങളും തിറകളുമെല്ലാം ധർമ്മടത്തിന്റെ ശ്വാസമെടുപ്പാവുന്നു. അണ്ടല്ലൂർക്കാവിലെ തിറയാട്ടം അതുകൊണ്ട് മാത്രമാണ് ജാതിമത ഭേദമന്യേ ഈ നാട്ടുകാരുടെ ഹൃദയത്തുടിപ്പാവുന്നത്. ൽ നടന്ന നിയമസഭാ മണ്ഡല പുനർനിർണയത്തോടെ എടക്കാട് മണ്ഡലം ഇല്ലാതാവുകയും ധർമ്മടം പുതിയ അസംബ്ലി നിയോജക മണ്ഡലമായി നിലവിൽ വരികയും ചെയ്തു. ആദ്യ തെരഞ്ഞെടുപ്പ് 2011 നടന്നത്. CPIM നേതാവ് KK നാരായണനാണ് മണ്ഡലത്തിൻ്റെ പ്രഥമ MLA ആയി വിജയിച്ചത്. UDF സ്വതന്ത്രനായി മത്സരിച്ച മമ്പറം ദിവാകരനെ 15,162 വോട്ടുകൾക്കാണ് അദ്ദേഹം തോൽപ്പിച്ചത്. ധർമ്മടം അസംബ്ലി മണ്ഡലത്തിലെ എല്ലാ ഗവൺമെൻറ് ഹൈസ്കൂളുകൾക്കും കെട്ടിടമുണ്ടാക്കി കൊടുക്കുന്നതിന് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചില കെട്ടിടങ്ങൾ പൂർത്തിയായത് ആരാധ്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കാലത്താണ്. അവിടെ മണക്കായി പാലം, അതുപോലെ തട്ടായി പാലവും മമ്പറം പാലവും പുനർനിർമ്മിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം അന്ന് നടന്നു. ഇപ്പോൾ ആ പാലം ആരാധ്യനായ കേരള മുഖ്യമന്ത്രിയുടെ ഇടപെടലോടുകൂടി പൂർത്തിയാകാൻ പോവുകയാണ്. CPIM PB അംഗം പിണറായി വിജയനാണ് 2016 തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്തിൻ്റെ MLA ആയി വിജയിച്ചത്. UDF സ്ഥാനാർത്ഥി മമ്പറം ദിവാകരനെ 36,905 വോട്ട് ഭൂരിപക്ഷത്തിലാണ് പിണറായി വിജയൻ തോൽപ്പിച്ചതും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായതും. ൽ 26-ാമത്തെ വയസ്സിൽ കൂത്തുപറമ്പ് മണ്ഡലത്തെ
പ്രതിനിധീകരിച്ചാണ് പിണറായി വിജയൻ ആദ്യമായി കേരള നിയമസഭയിലെത്തുന്നത്. 1977 1991 കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്നും 1996 പയ്യന്നൂരിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1996 മുതൽ 1998 വരെ E.K. നായനാർ മന്ത്രിസഭയിൽ വിദ്യുച്ഛക്തി സഹകരണ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ വൈദ്യുതി ഉൽപാദന വിതരണം എന്നിവ വളരെ കാര്യക്ഷമമാക്കുന്നതിലും കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു. 1998 ചടയൻ ഗോവിന്ദന്റെ നിര്യാണത്തെ തുടർന്ന് CPIM സംസ്ഥാന സെക്രട്ടറിയായി. പിന്നീട് അങ്ങോട്ടുള്ള സംഭവ വികാസങ്ങൾ ആനുകാലിക കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രം. വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2016 കച്ചകെട്ടിയപ്പോൾ കാത്തിരുന്നത് കേരള മുഖ്യമന്ത്രി പദം. വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ വിദ്യാലയങ്ങളുടെയും കാര്യത്തിൽ നല്ല മാറ്റം മണ്ഡലത്തിൽ സൃഷ്ടിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇപ്പോൾ തന്നെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വരുന്ന മാറ്റത്തിൻ്റെ ഭാഗമായി തന്നെ ധർമ്മടം മണ്ഡലത്തിലും നല്ല മാറ്റം ദൃശ്യമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ പിണറായിയുടെ പോക്ക് വളരെ നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. അതാർക്കും എതിർക്കാൻ എത്ര നന്നായിട്ട് ഇപ്പം എൻ്റെ സ്കൂള് എല്ലാ മുറിയും ഇപ്പോൾ സ്മാർട്ട് ക്ലാസ് ആക്കി മാറ്റി. എല്ലാ റൂമുകളും എത്ര 54 മുറിയും ഇപ്പോൾ സ്മാർട്ട് ക്ലാസ്സാണ്. അതൊരു വലിയ മുന്നേറ്റമാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് ആർക്കും എതിരഭിപ്രായം പാർട്ടിക്കാർക്ക് പറയാൻ പറ്റില്ല. മമ്പറം പാലം അനിശ്ചിതത്തിൽ നിന്നപ്പോൾ മമ്പറം പാലം ഈ നിധിയിലാക്കിയത് പിണറായി CM ആയതിന് ശേഷം മാത്രമാണ്. അതിൻ്റെ ഒരു വലിയ മാറ്റം. പാലത്തിൻ്റെ പണി നടന്ന പിണറായി ഉള്ളതുകൊണ്ടാണ്. അത് യാതൊരു സംശയമില്ല. ധർമ്മടം മണ്ഡലത്തിലെ സഹകരണ മേഖല വളരെയധികം വികേന്ദ്രീകൃതവും അതിശക്തവുമാണ്. സഹകരണ പ്രസ്ഥാനത്തിന്റെ ജീവനാഡിയായി നിലകൊള്ളുന്ന നിരവധി സഹകരണ സംരംഭങ്ങളുണ്ട് ധർമ്മടം മണ്ഡലത്തിൽ. അഞ്ചരക്കണ്ടി ഫാമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, മൗവഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക്, പിണറായി സർവീസ് സഹകരണ ബാങ്ക് തുടങ്ങി നിരവധി സഹകരണ സംഘങ്ങൾ നാടിന്റെ വികസനത്തിന് നിസ്തുലമായ പങ്കാണ് നിർവഹിച്ചു പോരുന്നത്. ഭൂരഹിതരും ഭവനരഹിതരുമായവർക്ക് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ ധർമ്മടം മണ്ഡലത്തിൽ കടമ്പൂർ പഞ്ചായത്തിൽ ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നു. 42 ഭവനരഹിത കുടുംബങ്ങൾക്കുള്ള ഫ്ളാറ്റുകളാണ് ഇവിടെ ഉയരുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ കേരളത്തിൻ്റെ ആദ്യത്തെ പ്രീ ഫാബ്രിക്കേറ്റഡ് കെട്ടിട നിർമ്മാണ സമുച്ചയമാണ് ഇത്. കണ്ണൂർ ജില്ലയിലെ ഒന്നാമത്തെ കെട്ടിട സമുച്ചയം, ഈ ജില്ലയിൽ ആദ്യത്തെ സർക്കാർ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിട സമുച്ചയം നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് നേരത്തെ തന്നെ പാവപ്പെട്ട വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ ആവശ്യമായ നിലയിലാണ് ഈ ഭൂമി ഏറ്റെടുത്തിരുന്നത്. 40 സെൻറ്റ് സ്ഥലമാണ് ഗ്രാമപഞ്ചായത്ത് ലൈഫ് മിഷന് കൈമാറിയത്. ആ 40 സെൻറ്റ് സ്ഥലത്ത് 4 നിലകളിലായി അങ്ങനെ G+3 എന്നുള്ള നിലയിൽ 42 കെട്ടിടങ്ങൾക്കാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം നടന്നു വരുന്നത്. ഭൂമിയും വീടുമില്ലാത്ത 42 കുടുംബങ്ങൾക്ക് ഏതാണ്ട് ഒരു 500 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള 2 ബെഡ്റൂമും ഒരു ചെറിയ സ്വീകരണ മുറിയും അടുക്കളയും ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ ഒരു കെട്ടിടമാണ്, വീടാണ് ഇപ്പോൾ സർക്കാർ ഇതിൻ്റെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്നത്. ധർമ്മടം മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതക്കനുസരിച്ചിട്ടുള്ള വികസനം ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. അവിടെ ഒരു പദ്ധതി രാജ്യത്തിൻ്റെ
ശ്രദ്ധ ആകർഷിക്കത്തക്ക ഒരു പരിപാടിയായി മാറും. മാത്രമല്ല ലോകത്തിലെ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒന്നുമാകും. അത് മുഴപ്പിലങ്ങാട് പൂർത്തിയാകാനുള്ള മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ വികസനമാണ്. അതൊരു ഡ്രൈവിൻ ബീച്ചാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ അപൂർവ ബീച്ചായത് വികസിതമാവേണ്ടതുണ്ട്. അപ്പോൾ സർക്കാർ വന്ന കാലം തൊട്ടേ അതുമായി ബന്ധപ്പെട്ടുള്ള ചില വികസന നടപടികൾ അണിയറയിൽ തയ്യാറായി വരികയായിരുന്നു. ഇപ്പോഴാണ് ഒരു മൂർത്തമായ രൂപത്തിലേക്ക് പോകുന്നത്. കിഫ്ബിയുടെ ധനസഹായത്തോടെ ആ പദ്ധതി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വന്നാൽ രാജ്യത്തെ ഏറ്റവും ആകർഷകമായ ഡ്രൈവിൻ ബീച്ച് മുഴപ്പിലങ്ങാട് ബീച്ച് ആയി മാറും. ഇതാണ് വലിയ തോതിൽ പൂർത്തിയാകാനുള്ള ഒരു കാര്യം. മറ്റൊന്ന് ധർമ്മടം ബ്രണ്ണൻ കോളേജ്. ഇത് ധർമ്മടം മണ്ഡലത്തിലാണ് നിലകൊള്ളുന്നത്. അതിൻ്റെ വികസന നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ നമ്മുടെ കേരളത്തിലെ പ്രമുഖമായ 4 കോളേജുകളിൽ ഒന്നാണത്. അതിനെ അതിൻ്റെ പ്രൗഢിക്കനുസരിച്ച് കാലാനുസൃതമാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. അത് കൂടുതൽ നല്ല രീതിയിൽ സാധ്യപ്രായമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുവികസനം എന്നത് എപ്പോഴും പരിസ്ഥിതി സൗഹൃദം തന്നെയായിരിക്കും. പരിസ്ഥിതിക്ക് കോട്ടം തട്ടിക്കൊണ്ടുള്ള ഒരു പരിപാടിയും സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നില്ല. ധർമ്മടം മണ്ഡലത്തിൽ പൂർണ്ണമായും പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് തന്നെയുള്ള വികസന പരിപാടികളാണ് ഉദ്ദേശിക്കുന്നത്. അവിടെയുള്ള പുഴകളും തോടുകളും കുളങ്ങളും കിണറുകളും എല്ലാ നീരുറവകളും നല്ല രീതിയിൽ സംരക്ഷിക്കാനുള്ള പുനർജീവിപ്പിക്കാനുള്ള പദ്ധതികൾ ഹരിത കേരള മിഷൻ്റെ ഭാഗമായി നടപ്പാക്കാൻ ഇപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. AK ഗോപാലൻ എന്ന പാവങ്ങളുടെ പടത്തലവൻ ഈ മേഖലയുടെ ആകെ നിത്യപ്രചോദനമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം ഔദ്യോഗികമായി രൂപപ്പെട്ട 1939 പാറപ്പുറം സമ്മേളനത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് AKG ഇവിടെ തുടക്കം കുറിച്ചത് ഐതിഹാസികമായ നിരവധി മുന്നേറ്റങ്ങൾക്കും സമര പോരാട്ടങ്ങൾക്കുമാണ്. AKGയുടെ ജന്മവീട് സ്ഥിതി ചെയ്യുന്നത് ധർമ്മടം മണ്ഡലത്തിലെ പെരളശ്ശേരിയിലാണ്. സമുചിതമായ ഒരു സ്മാരകമാണ് അദ്ദേഹത്തിന് ഇവിടെ ഉയരുന്നത്. AKG മ്യൂസിയം എന്ന ഈ മന്ദിരത്തിൽ AKGയുടെ ജീവിതം പഠിക്കുവാനും ഒപ്പം കേരളത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ ഉൾത്തുടിപ്പുകൾ അറിയുവാനും ചരിത്രത്തിന്റെ ഏടുകളിലെ വിസ്മയ കാഴ്ചകൾ കാണുവാനും ഒക്കെയുള്ള കേന്ദ്രമാവും ഈ മ്യൂസിയം. വിവിധ തൊഴിൽ പദ്ധതികൾ, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ച, സഹകരണ ചെറുകിട സ്വയം തൊഴിൽ മേഖലയിൽ വിവിധങ്ങളായ പ്രോജക്റ്റുകൾ, അഞ്ചരക്കണ്ടിപ്പുഴയും ധർമ്മടം മുഴപ്പിലങ്ങാട് ബീച്ചുമെല്ലാം കോടികളുടെ ടൂറിസം പ്രോജക്റ്റുകളാവുന്നത് എല്ലാം ധർമ്മടത്തെ അടിമുടി മാറ്റുകയാണ്. മണ്ഡലത്തിൻ്റെ ജീവനാഡിയാണ് അഞ്ചരക്കണ്ടിപ്പുഴ. ഇവിടുത്തെ മത്സ്യസമ്പത്ത് മറ്റെങ്ങുമില്ലാത്തതാണ്. ചെമ്മീൻ കൃഷിയാണ് പ്രധാനം. മറ്റു തരത്തിലുള്ള മീൻ വളർത്തലുകളും അനവധി. 2 വലിയ പ്രോജക്റ്റുകളാണ് പുഴ കേന്ദ്രീകരിച്ച് വരുന്നത്. അതിൽ പ്രധാനം പുഴയിലെ വെള്ളം കൃഷിയോഗ്യമാക്കുവാനുള്ള പദ്ധതിയാണ്. ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുന്നത് വർഷങ്ങളായി ഇവിടുത്തെ കർഷകരുടെ കണ്ണീരാണ്. അതിന് പരിഹാരമായി 50 കോടി ചെലവിൽ പാറപ്പുറം റെഗുലേറ്റർ വരികയാണ്. ഇതുകൂടാതെ 33 കോടി ചെലവിൽ ചേക്കു പാലം റെഗുലേറ്റർ അണ്ടർബ്രിഡ്ജും വരുന്നു. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ മഹാപൈതൃകം നെഞ്ചോടടുക്കി കരുത്തോടെ മുന്നേറുകയാണ് ധർമ്മടം. ഊഷ്മളമായ ഭാവിയിലേക്ക് തികഞ്ഞ പ്രത്യാശയോടെ.